Assalamualaikum. Welcome back to my son Ebran's channel. Our channel I am because full busy guys. Culture bedlock and packing videos please do visit my channel and watch my packing video for an international trip. Again, we are going to Thailand because it's one of our favorite place to go. And one more thing, I'm getting a lots of requests. Baby, എങ്ങനെയാണ് പുറത്തു പോകുമ്പോൾ പാക്ക് ചെയ്യുക, ഡ്രസ്സ് അവർക്ക് വേണ്ട ഐറ്റംസ് ആൻഡ് ഫുഡ് ഐറ്റംസ് അങ്ങനെയൊക്കെ എങ്ങനെയാ പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജസും ഇൻബോക്സും ഒക്കെ വന്നിട്ടുണ്ട്. സോ ഐ തോട്ട് വൈ നോട്ട് എ വീഡിയോ ഓൺ ദാറ്റ്. അപ്പോൾ ഇന്ന് എബ്രാന്റെ ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ്. നമ്മുടെതൊക്കെ ചെയ്യാൻ ഈസിയാണ്, ബേബീസിന്റെ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെന്റ് ആൻഡ് ലിറ്റിൽ ബിറ്റ് ടഫ് ആണ് നമുക്ക്. ബിക്കോസ് അവർക്ക് ഒരു ഐറ്റമും മിസ് ആവാൻ പാടില്ല. പുറത്തു പോകുമ്പോൾ ദേ ഷുഡ് ഫീൽ ഹോംലി. ലൈക്ക് നമ്മൾ ഇവിടെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യണം അങ്ങനെ തന്നെ അവരെ പുറത്ത് നമുക്ക് ട്രീറ്റ് ചെയ്യണം. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ അവരുടെ മൂഡൊക്കെ മാറും, വിനോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഐറ്റംസ് ഒക്കെ എടുത്തു വെക്കാൻ പോണെയാണ്. അപ്പോൾ ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാം. എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് എടുത്താൽ മതി. നമ്മൾ പോണ ഒരു 2-3 ദിവസം മുമ്പ് ടേക്ക് ബുക്ക് ഓർ നിങ്ങളെ ഫോണിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം അവർക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്. ഇത് ബേബീസിന് മാത്രമല്ല, നമുക്കുള്ളതും നമ്മൾ ചെയ്ത് വെക്കാം. നോട്ടി ബോയ് ഇത് കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ടിക്കിങ് ഓൾ ദ പോയിന്റ്സ് ഒക്കെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെതൊക്കെയാണ്. ഇനി മേളത്തെ അവൻ്റെതാണ്. അവിടെ ഇതിൽ ഞാൻ എഴുതി വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, മെയിൻ ഡ്രസ്സ് എടുക്കണം, നൈറ്റ് വെയർസ് എടുക്കണം, ഇന്നേഴ്സ്, സോക്സ്, ടവൽസ്, പാമ്പേഴ്സ്, ഡൈപ്പേഴ്സ്, വെറ്റ് വൈപ്സ്, ടോയ്സ്, റാഗി, റൈസ്, പൾസസ്, സ്നാക്സ്, മെഡിസിൻ, നെബുലൈസർ, ബ്രഷ്, ഷാമ്പു, മോയ്സ്ചർ. ഇത്ര ലിസ്റ്റൊന്നും എനിക്കില്ല ഗൈസ്, അവിടെ അത്ര ലിസ്റ്റാണ് ഉള്ളത്. ആൻഡ് അവൻ്റെ മെയിൻ ഡ്രസ് ഞാൻ ആദ്യം കൊണ്ടുവരാം. അതിനു മുമ്പ് ലെറ്റ് മീ ഷോ യു വെർ ഇസ് എബ്രു. എബ്രു, ഉമ്മയുടെ ബേബി എവിടെ? എബ്രു, ഉമ്മയുടെ ബേബി എവിടെ? ഉമ്മയുടെ മുത്ത് എവിടെ? കളിച്ചോണ്ടിരിക്കുകയാണോ ഉമ്മയുടെ മുത്ത്? ഓ നോ. ഓക്കെ, അവൻ കളിക്കട്ടെ, അവനെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട ഗൈസ്. സോ ലെറ്റ് മീ പാക്ക് ഹിസ് മെയിൻ ഡ്രസ്സസ് ഫസ്റ്റ്. ഓക്കെ, all these are new dress of Ebran. ഇതെല്ലാം ന്യൂ ഡ്രസ്സസ് ആണ്, അവൻ ഇട്ടിട്ടില്ല. ലാസ്റ്റ് ടൈം ബേബി നമ്മളൊരു കസിന്റെ കല്യാണം വന്നില്ല, അത് പ്രമാണിച്ചിട്ട് കുറെ മേടിച്ചതാണ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി എനിക്കും ബേബിക്കും എബ്രുവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് എൻ്റെ ഗ്രാൻഡ് മദർ ഇതായിരുന്നു, മറിച്ചുകൊണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോയായിരുന്നു. സോ യാ, അപ്പം നമുക്കിനി എടുത്ത് വെക്കാം അല്ലേ മെയിൻ ഡ്രസ്സസ്. സോ ക്യൂട്ട് റൈറ്റ്, അടിപൊളി. അപ്പോൾ ഇത് 1 by 1 I'm gonna pack and I'll show you guys. Just standing ഇങ്ങനെ തട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് what I'm gonna do is ഞാൻ ഈ ഒരു സിപ്പ് ലോക്കിലാക്കും. എന്നിട്ട് ഞാൻ താഴെ എൻ്റെ ഒരു ട്രോളി ബാഗ് ഉണ്ട്, അതിലാണ് എബ്രുവിന്റെ ഡ്രസ് കയറ്റാൻ പോണേ. ആദ്യം വിചാരിച്ചു നമ്മൾ രണ്ടുപേരെ ഒന്നിൽ വെക്കാന്ന്, പക്ഷെ അത് പറ്റൂല. ഇറ്റ്സ് ഹൈലി റിസ്കി, സ്പേസ് ഇല്ല ഗൈസ് അങ്ങനെ വെക്കാൻ. അപ്പോൾ എബ്രുവിന്റെ സീ ഹൗ ക്യൂട്ട് ഇറ്റ് ഈസ്. നല്ല രസമായിരിക്കും ഇതൊക്കെ അമ്മയിടുമ്പോൾ. അപ്പോൾ ഇതൊക്കെ മടക്കിയിട്ട് ഞാൻ ആദ്യം വെച്ചിട്ട് സിപ്പ് ലോക്ക്. ഇത് ആക്ച്വലി പുറത്തിടാനുള്ള ഡ്രസ്സസ് ആണ്. അവന് റൂമിലൊക്കെ ഇടാൻ വേണ്ടി നൈറ്റ് വെയർസ് ആണ് ഞാൻ ചൂസ് ചെയ്യണത്. സീ ഹൗ പ്രിറ്റി നൈസ് റൈറ്റ്. ഇതൊക്കെ ബേബിയുടെ സെലക്ഷനാണ്. ഓക്കെ, ഞാൻ കുറച്ച് ഓക്കെ വിളിക്കണ്ടേ പോയിട്ട് വരാം. ഞാനിപ്പോ മടിക്ക് വെച്ച പാൻസിന്റെ കൂടെ ടീഷർട്സിന്റെ കൂടെ ഐ തിങ്ക് ദിസ് ഡാർക്ക് ബ്ലൂ പാന്റ് വിൽ ഗോ. ഇനിയൊരു ഡാർക്ക് ബ്ലൂ ഉണ്ട്, പക്ഷെ അത് സ്ലിം ഫിറ്റ് ആണ്. എനിക്ക് എബ്രു സ്ലിം ഫിറ്റ് ഇടുന്ന ഇഷ്ടമല്ല ആക്ച്വലി. അപ്പോൾ ഈ പാൻറ്റ് അതിൻ്റെ കൂടെ മടക്കി വെക്കാൻ മിസ്സി ആണ് അലമാരിൽ. നമ്മളൊരു ബ്ലാക്ക് പാൻറ്റ് എടുത്തിട്ടുണ്ട് അവന്, പോക്കറ്റുള്ള 6 പോക്കറ്റ്. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് വെക്കാം. ഒരു ബ്ലൂ, ഒരു ബ്ലാക്ക് പാൻറ്റ് ആൻഡ് നമുക്ക് ഡ്രസ്സ് അനുസരിച്ചിട്ട് പാൻസ് എടുത്ത് വെക്കാം കേട്ടോ.
സ്ലിം ഫിറ്റ് ആയിട്ടുള്ള പാൻസ്. ഐ റിയലി ഡോണ്ട് ലൈക്ക് ഹിം വെയറിങ് ഇങ്ങനത്തെ പാൻസ് ഇടുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എബു. ബട്ട് സ്റ്റിൽ മടക്കി വെക്കാം, നമുക്ക് ഓപ്ഷൻസ് ഇന്നില്ലെങ്കിൽ അതിടാലോ. ഓക്കെ, ആദ്യം അത് ഞാൻ എന്ത് ചെയ്യാം, ഇതൊന്നും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ട്രാക്ക്, പക്ഷെ ഇത് വീട്ടിലിടാൻ പറ്റിയ പോലത്തെ അല്ല. ഇറ്റ്സ് ബിറ്റ് എക്സ്പെൻസീവ്, പക്ഷെ പുറത്ത് നമുക്ക് ഇട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നല്ല ഷൂസും നല്ല ടീഷർട്സിന്റെ കൂടെ ഒക്കെ വീട്ടിലിടേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാനിപ്പോ എടുത്തത് പെയറായിട്ട് എടുത്തത് നമുക്ക് ഇതില് ഇട്ട് വെക്കാം. അപ്പൊ നമുക്ക് ഈസി ആവും. നിങ്ങൾ ഇങ്ങനെ പെയറായിട്ട് എടുത്താൽ നിങ്ങൾക്ക് ഈസി. റാൻഡം ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് എടുക്കുന്നതിനേക്കാളും പെയറായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇടുന്ന ഡേ ചിന്തിക്കേണ്ട കാര്യമില്ല. മനസ്സിലായ? എടുക്കുക, അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ ഓൾവേസ് ടേക്ക് ഇറ്റ് ആസ് എ പെയർ. നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോഴും അങ്ങനെ പെയറായിട്ട് എടുക്കാൻ നോക്കാം. റാൻഡം ആയിട്ട് എടുത്താൽ നമ്മൾ അവിടെ പോയി കൺഫ്യൂഷൻ അടിക്കും. ലൈക്ക് അതില്ല ഇതില്ല, പല കൺഫ്യൂഷൻസ് ആയിരിക്കും. അപ്പോ ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഈ ജീൻസും വെക്കുന്നുണ്ട്. ആ സ്ലിം ഫിറ്റ് ജീൻസിന്റെ ആവശ്യം വരൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമുക്കിനി ബ്ലാക്ക് പാന്റ് ഞാൻ എക്സ്ട്രാ അല്ലേ അതിൽ വെച്ചത്. ഇനി അതിന് പറ്റിയ ടീഷർട്സ് ഓർ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കാം. ടീഷർട്സ് ഇപ്പൊ കുറവാണല്ലോ, നിറച്ച് പാൻസ് ആണുള്ളത്. ബ്ലാക്ക് പാന്റിന്റെ കൂടെയാണ് ഓൾറെഡി ഉള്ളത്. ബേബി പറഞ്ഞു മലേഷ്യയില് ഇട്ടതൊന്നും എടുക്കണ്ട, പുതിയ ഐറ്റംസ് മാത്രം എടുത്താൽ മതി. അപ്പോ വീണ്ടും വീഡിയോ വന്നു, ഇത് തന്നെ പണി. വീണ്ടും ഞാൻ പോയിട്ട് വരാം. ഗൈസ്, ആ ബ്ലാക്ക് പാന്റിന്റെ കൂടെ ഹി ക്യാൻ വെയർ ദിസ്. ഇത് അടിപൊളിയായിരിക്കും. അപ്പൊ ഞാൻ ബ്ലാക്ക് പാന്റിന്റെ കൂടെ അതാണ് വെക്കാൻ പോണേ. ചിലപ്പോ അവിടെ പോയിട്ട് മാറി മറിച്ചൊക്കെ ഇരിക്കോട്ടെ. എന്റെ ഒരു ഇതനുസരിച്ചിട്ട് ഞാൻ മൂഡ് അനുസരിച്ചിട്ട് മാറി മറിച്ചൊക്കെ കൊടുക്കും. ഇറ്റ്സ് വെരി തിക്ക്. അത് കുറച്ച് തിക്കാണ് ഇപ്പോഴത്തെ ടീഷർട്ട്. അപ്പോൾ അത് ഇത്ര മതി. അത് ഫില്ലായി, ഒരു സിപ്പ് ലോക്ക് ഫില്ലായി. എയർ കളഞ്ഞിട്ട് വേണം. ഇനി ഞാനിങ്ങനെ എല്ലാം മെയിൻ ഡ്രസ്സസ് ഒന്ന് പാക്ക് ചെയ്ത് വെക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഫൈനലി എബുന്റെ മെയിൻ ഡ്രസ് നൈറ്റ് വെയർസ്, ലെറ്റ് മീ ചെക്ക്. മെയിൻ ഡ്രസ് എടുത്തു, എല്ലാം പുതിയതേ എടുത്തിട്ടുള്ളൂ, യൂസ് ചെയ്ത് എടുത്തിട്ടില്ല. നൈറ്റ് വെയർസ് എടുത്ത്, ഇന്നേഴ്സ് എടുത്ത്, സോക്സ് എടുത്ത്, ടവൽസ് എടുത്ത്, ഡൈപ്പേഴ്സ് അത് ഇതൊക്കെ താഴെയാണ്. അപ്പോൾ ഇത് 4 കവറായി. ഇപ്പം ബേബി എന്ത് പറയുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. 4 കവറുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്. ഇപ്പൊ കയ്യിൽ 3, താഴെ ഒരെണ്ണമുണ്ട്. നമുക്ക് ഇതൊക്കെ കൊണ്ടുപോയിട്ട് താഴെ കൊടുക്കാം. ഞാൻ പെയറാക്കിയിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ. നൈറ്റ് വെയർസും സെറ്റ് ഷോർട്സ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ട്രാക്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ല പുറത്തിടാന്ന്, പക്ഷെ പുറത്തിട്ടാൽ അവന് ഉള്ളിലിടാൻ നോർമൽ ട്രാക്സ്, അത് വീട്ടിലിട്ട് കുറെ പഴയതാണ്. അപ്പോൾ അത് വേണ്ട, പുതിയ തന്നെ എടുത്ത് അത് വീട്ടിലിടാമെന്ന് വിചാരിച്ചു. പുറത്തിടാൻ അത്യാവശ്യം ഉണ്ട് അവൻ്റെ അടുത്ത് പാൻസ് ഒക്കെ. സോ പെയറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 കവേഴ്സ് പുറത്തിരുന്നത്, 1 കവർ അല്ല 2 കവർ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കണക്ക് പറയാനൊന്നും പറ്റില്ല. ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോൾ അവന് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അടുത്ത വെടി വന്നു. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി താഴെ കൊടുക്കാം. താഴെ ഒരു ട്രോളിയിൽ ഒരു സൈഡ് മാത്രം ഇവൻ്റെ ഡ്രസ്സ് വെക്കാം, ബാക്കി സൈഡിൽ നമ്മൾ സാൻഡൽസ് അവനൊക്കെ വെക്കാനുണ്ട്. സോ യെസ്, പാക്കിങ് കഴിഞ്ഞുകൊണ്ട് വരുമ്പോൾ റിലാക്സേഷൻ. ബട്ട് സ്റ്റിൽ ഐ എം കൺഫ്യൂസ്ഡ്. നമ്മുടെ ഫുഡ് ഐറ്റംസ്, ഡൈപ്പേഴ്സ്, വെറ്റ് വൈപ്സ് അതൊക്കെ എടുക്കാനുണ്ട്. അതൊക്കെ മോസ്റ്റ് പ്രൊബാബ്ലി ഞാൻ വേറെ തന്നെ ബാഗ് ആക്കേണ്ടി വരും. ലെറ്റ്സ് സീ, ചിലപ്പോൾ ഞാൻ അതിൽ തന്നെ വെക്കും. സോ ഗൈസ്, ഞാൻ പാക്ക് ആക്കിയിട്ട് താഴെ വന്നിട്ടുണ്ട്. മോണ്ടത് എന്റെ ബാഗിൽ കയറ്റാൻ പറ്റൂല, അപ്പൊ നിങ്ങൾ ഇതിൽ എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഓൾറെഡി പാക്ക് ആക്കി വെച്ചു. മോനെന്ന് പറയുമ്പോൾ മോൻ ഓടി വന്നു ഗൈസ്. കൊടുത്തിരുന്ന ഐറ്റംസും ഞാൻ എയർ കളഞ്ഞായിരുന്നു. ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഇറ്റ്സ് യൂസ്ഫുൾ ആക്ച്വലി. എടുക്കുമ്പോൾ പിടിക്കാനൊക്കെ ഈസി. എല്ലാ മറ്റേ പാക്കിലും എയർ കയറിയിരുന്നെങ്കിൽ പിന്നെ ആ എയറിൽ വീർത്തിരിക്കും. പിന്നെ ഇത് എന്റെ സൽവറാണ് 2. എനിക്ക്
പാർക്കിലൊക്കെ പോകുമ്പോഴാണ് വന്നത്. സുനു ഞാൻ തരട്ടെ, ഇവിടെ സൈഡിൽ വെക്കാമല്ലോ. സുനും സൽവാർ എടുത്തിട്ടുണ്ട്. നമുക്കവിടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം. അപ്പുറത്ത് നമുക്ക് സാൻഡ് കേട്ടാറില്ല. പാക്ക് ഊരിക്കോ, വേണ്ട പാക്ക് സ്പേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഊരിക്കും. തന്നെ വെച്ചോ. അപ്പുറത്ത് നമുക്ക് സാൻഡ് എടുക്കാം. ഇത്ര കയറുള്ളൂ. ഫുഡൊക്കെ വെക്കാനുണ്ട്. അത് അപ്പുറത്തെ നമ്മള് ഇത്ര കഷ്ടപ്പെടുന്ന കാര്യമില്ലല്ലോ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബാക്ക് പാക്ക് ആണ് എടുക്കുന്നത്. ഇത് ട്രോളി എക്സ്ട്രാ അവിടെ നിന്ന് കൊണ്ടുവരാനുള്ള ഐറ്റംസ് ആണ്. പക്ഷെ ഇവിടെ നിന്ന് തന്നെ നിറയുന്നുണ്ട് ഗൈസ്. പക്ഷെ നമുക്ക് ഓരോ പ്ലേസ് പോകുമ്പോ ആ ഒരു വൈബിന്റെ ഡ്രസ്സ് ആ ഒരു ഇതാണ് വെസ്റ്റ് ഇട്ടാൽ കൊള്ള. ഇനി ഞാൻ കുറച്ച് സെറ്റ് ആക്കിയിട്ട് തരും. ഇനി എനിക്ക് കുറച്ച് ചെറിയ സ്പേസാ ഇപ്പോൾ എക്സ്ട്രാ ഫുഡ് വെക്കാറ്. പിന്നെ നമ്മുടെ എല്ലാവരും സാധനങ്ങൾ വെച്ചാൽ കഴിക്കില്ല ക്ലോസിംഗ് ഇറ്റ്. അപ്പൊ ഐ എം ടേക്കിംഗ് ഹിസ് ഫുഡ് ആൻഡ് മെഡിസിൻസ്. ഓക്കെ. സോ ഗൈസ്, ഞാനിപ്പോ ഫൈനൽ ബാഗ് പാക്കിംഗ് ആണ്. അതൊക്കെ കഴിഞ്ഞ് ഇനി ഈ ഐറ്റംസ് ഒക്കെ കേട്ടണ്ടേ അടുത്ത് പറ. ആ ഷോളും മറ്റേ കുറച്ചുകൂടെ സ്റ്റഫ്സ് ഉണ്ട് നമ്മള്. നമുക്ക് ആവശ്യം വരില്ല. ലാസ്റ്റ് എടുത്ത് വെക്കാൻ പറഞ്ഞിന്. ബേസിക് ആയിട്ടല്ലേ ചെയ്യൂ. പക്ഷെ സ്റ്റിൽ ആവശ്യം വരും. അതിനെല്ലാം ഉള്ളത് ഇതൊക്കെ കേട്ടിക്കോ മറ്റേ ബാഗിലോട്ട്. അപ്പോ എന്റെ ഫൈനൽ ബാഗ്, ഐ മീൻ എന്റെ അല്ല എബ്രുവിന്റെ ഫൈനൽ ബാഗാണ് ഞാൻ കേട്ടാൻ പോണേ. ഇത് കുറച്ച് ടോയ് ഐറ്റംസ് ഞാൻ വെക്കുന്നുണ്ട്. ആൻഡ് കുറച്ച് എബ്രുവിന്റെ ബാഗ് എന്ന് പറയും, പക്ഷെ എന്റെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അത് വെക്കുന്നുണ്ട്. ഡിസൈൻ ഇത്രേ എടുത്തിട്ടുള്ളൂ, മാറ്റണം. വേറെ നമ്മൾ കുടുംബത്തിലേക്ക് വാങ്ങിക്കും എന്തെങ്കിലും പിള്ളേർക്ക് കാണുമ്പോ എന്തിനും കെട്ടിച്ചുകൊണ്ട് പോകണം. വേറെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് എടുക്കൊള്ളാം ഗൈസ്. ഫേസ് വാഷ് മട്ടിട്ട് വെച്ചു. മേക്കപ്പ് അത് ലാസ്റ്റ് വെച്ചാൽ മതിയില്ലേ? മറ്റേ പൗച്ച് വെച്ചാ പിങ്ക് വെക്കണ്ട. ഓക്കെ. ഉമ്മച്ചിന് കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് ഇതിലിട്ട് ഇതിലിട്ടോ, ഈ കവറിലിട്ടതാ അവിടെ ബെഡിലുള്ള ഐറ്റംസ് ഒക്കെ. സോനു സൈഡ് ബാഗ് എടുക്കുള്ള, ബിക്കോസ് സൈഡ് ബാഗും ഇതും എല്ലാം വേണ്ടല്ലോ. അപ്പോൾ ഒരു ബാഗ് എടുക്കുള്ളൂ നമ്മൾ. അതിൽ നമ്മളെല്ലാം പാക്ക് ചെയ്യാൻ പോകാം. ഇതിലൊന്നും ഇല്ലല്ലോ കേട്ടാൻ. എബ്രുവിന്റെ ബ്രഷ് ഞാൻ അതിൽ വെച്ചായിരുന്നു. നമ്മളെല്ലാവരും ടോയ്ലറ്ററീസ്. സോ ഗൈസ്, ഐ എം ഡൺ വിത്ത് എബ്രാൻസ് പാക്കിംഗ്. ബാക്ക് പാക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് അവന്റെ സാധനങ്ങളൊക്കെ യെല്ലോ ട്രോളിലാണ് വെച്ചിട്ടുള്ളത്. ആൻഡ് ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ള പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഐറ്റംസ് ഒക്കെയാണ് അതിൽ വെച്ചിട്ടുള്ളത്. വേറെ ഇവിടെ ഫുൾ തിരക്കിലാണ് ഗൈസ്. ഫുള്ള് തുടച്ച് അടിക്കി പെരക്കി ലാപ്ടോപ്പ്. യെസ്, ടെക്നിക്കൽ സംബന്ധമായിട്ടുള്ള ഓൾറെഡി നമുക്ക് ആ ബാഗ് എടുക്കാതെ ജസ്റ്റ് ക്യാമറ ക്യാരി ചെയ്യാൻ പറ്റൂലേ? ആ ബാഗ് എടുക്കാതെ ഈ ബാഗ് എടുക്കണം. കൈ പിടിക്കുന്നു. So yeah, I'm done with Ebron's packing. I hope you enjoy this video. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ സജഷൻ തരണമെന്നുണ്ടെങ്കിൽ കിച്ചന് മാറ്ററിൽ യു ക്യാൻ സജസ്റ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. സോ ദാറ്റ്സ് ഇറ്റ്. എന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഐ എം ഹാപ്പി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കിച്ചന്റെ ഒക്കെ സാധനങ്ങൾ പാക്ക് ചെയ്യേണ്ടത്. സോ ദാറ്റ് ദേ ഫീൽ ഹോംലി. എവിടെ പോയാലും ഒരു സാധനങ്ങളും മിസ് ചെയ്യാതിരുന്ന ദേ ബി ഹാപ്പി. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനി എന്റെ ചാനലിൽ നമ്മുടെ പാക്കിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. സോ എന്തായാലും മിസ് ചെയ്യല്ലേ. 2 വീഡിയോസും മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യൂ. സോ നമ്മൾ പോണ വീഡിയോ നിങ്ങളാണോ എടുക്കുന്നത്?
ഓക്കെ, അപ്പോ ഇന്നത്തേക്ക് റെസ്റ്റ് ആണ്. ഇറ്റ്സ് 5:45 റൈറ്റ് നൗ. 8:30 നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അതിന് മുമ്പ് കുളിക്കണം, ഫ്രഷ് ആവണം, റെഡി ആവണം, കുറെ കാര്യങ്ങളുണ്ട്. എബ്രു ഈസ് സ്ലീപ്പിംഗ്. ഞാൻ എണിച്ചിട്ട് അവന്റെ ഡിന്നർ കൊടുത്തിട്ട് വേണം ഇറങ്ങാൻ. സോ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. സോ യു കൻ സ്റ്റേ ട്യൂൺഡ്. ബൈ ഗൈസ്. ബൈ.